So next is electrodes used in electroosmosis. The general layout of the electrodes depends upon the purpose for which they are intended. Okay, sheet piles of any shape. So actually electrodes are sheet piles of any shape. It can be used as electrode. The simplest type of anode for normal application are old pipes, okay, of 25 mm or 50 mm diameter, which can be easily driven into the soil. These can either be placed singly or group of 2 or 3, okay. The individual pipes forming one anode should not be closer together than 0.7 meter, otherwise the group act as one single electrode, okay, with the diameter only slightly larger than that of the individual pipes, okay. സോ അതായത് നമ്മുടെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് യൂഷ്വലി ഷീറ്റ് പൈൽസ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ആനോഡ് എന്ന് പറഞ്ഞൊരു ഓൾഡ് പൈപ്പ്, ഒരു 25 mm മുതൽ 50 mm ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പ് നമുക്കൊരു ആനോഡായിട്ട് യൂസ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് സോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കത് സിംഗ്ലി ആയിട്ടും വെക്കാം, ഒറ്റയ്ക്കും വെക്കാം, ഗ്രൂപ്പായിട്ടും വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തിരി വേണം, ഒത്തിരി ഒരു ഫോഴ്സ്, നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് സോയിലിൽ കൊടുക്കണം, അപ്പോൾ ഒത്തിരി അതിനൊരു സ്ട്രെങ്ത് കൂടിയിരിക്കണം. അപ്പോൾ ഒരു പൈപ്പ് വെച്ചാൽ പോരാ, ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് വെക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ പൈപ്പുകൾ എന്ന് പറയുന്നത് ഭയങ്കര ക്ലോസ് ടു, ഒത്തിരി ക്ലോസ് ആകാൻ പാടില്ല, അടുപ്പിച്ചടുപ്പിച്ച് ഈ പൈപ്പുകളെ വെക്കാൻ പാടില്ല. ഒരു 0.7 മീറ്റർ എങ്കിലും വേണം. ഓക്കെ, അപ്പം അത്രയെങ്കിലും വേണം. ഒത്തിരി അടുപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സിംഗിൾ ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഓക്കെ, സോ electrodes can be sheet piles of any shape, and also the simplest type of anode is the old pipe of diameter 25 to 50 mm diameter, so that it can be easily driven into the soil. Okay, so they can be placed singly or in group into the soil. Okay, so if we are placed in group, then it should not be close together. If it is close together, it will act as one single electrode. Okay, since the anode corrode considerably, is the cause in the course of few weeks of electroosmotic treatment, they should be replaced as soon as the current drop to less than 30% of the initial consumption. That is, അതായത് നമ്മൾ ഈ ആനോഡ്, ഇപ്പോൾ കാഥോഡിലോട്ടാണ് ഈ വെള്ളം എല്ലാം മൂവ് ചെയ്ത് പോകുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് ഇലക്ട്രോസ്മോസിസ് നടക്കുമ്പം ആനോഡ് കൊറോഡായി പോകും. മനസ്സിലായോ? അപ്പം ആനോഡ് കൊറോഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആനോഡ് കൊറോഡായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പം അതായത് ഒരു 30% ആ ആനോഡിന് ലോസ് വന്നു കഴിഞ്ഞാൽ, ആനോഡ് മെറ്റീരിയലിന് ലോസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ആ ആനോഡ് മാറ്റി പുതിയ ആനോഡ് വെക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഹിയർ ദിസ് ആനോഡ് കൊറോഡ്, ആസ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്, ആനോഡ് കൊറോഡ് കൺസിക്വൻ്റ്ലി. സോ വെൻ ദ കൊറോഷൻ റേറ്റ് ഇസ് 30%, അല്ലെങ്കിൽ ഇഫ് ദ കറന്റ് ഡ്രോപ്സ് ടു ലെസ് ദാൻ 30% ഓഫ് ദി ഇനിഷ്യൽ കൺസെപ്ഷൻ, what happens, we need to replace the anode. Okay, ആ 30% എന്ന് പറയുന്നത് കറണ്ട് ഡ്രോപ്പ് ആണ് കേട്ടോ. ഒരു കറണ്ട്, നമ്മളിപ്പം ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് നമ്മളൊരു കറണ്ടിൻ്റെ ഫോമിലാണ് ഈ ഇലക്ട്രോഡ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ ഇലക്ട്രോ ഓസ്മോസിസ് ഇനിഷ്യേറ്റഡ് ആവുന്നത്. അപ്പോൾ ആ കറണ്ട് ഡ്രോപ്പ് ആനോഡിൽ 30% കുറവാകുമ്പോൾ നമ്മൾ അവിടെ കൊറോഷൻ സംഭവിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ അതിനെ മാറ്റി പുതിയ ആനോഡ് വെക്കുക. ഇനി the length of the anodes and the spacing between the electrodes will differ in each case. Figure 1 shows. അതായത്, so this is a figure 1, electrode arrangement for slope. So if this is a slope, okay, so then we need to initiate electroosmosis here. That is, we need to remove water in the slope. Then this is a well cathode. So this is a cathode. Okay, this is a well cathode. So here it is in the form of a well. Here cathodic material is also inserted there. So these are the different cathodes, so which are spaced 2D to 3D, where D is the diameter of the cathode. Okay, they are placed like this. So here anode is there, in the ground it is like this. So it is spaced like this, positive anode. So this is negative cathode. Okay, so cathode is in the form of wells. Okay, so these are the spacing of the anode and cathode, 2D to 3D times. So when excavations are to be stabilized during the construction, it is advisable in
general to install cathodes in the form of wells from which the accumulating water can be pumped according to need. So I already explained to you that. So here in anode, actually this anode should be in the form of an electrode itself, and in cathode should be in the form of a well. Okay, so this is because these water molecules get accumulated in the cathode. So when it is made in the form of a well, then it can be easily collected in the cathode and can be removed out. Okay. In contrast to normal well points, these cathode wells should be extended from the surface to the bottom so as to allow the water to discharge into them over the whole of their height. Okay, so here in electroosmosis, the cathode well should have a height, should have a greater depth. Okay, so that the water can easily enter into the cathode well. So this water in the cathode well can be easily pumped out. Okay, should have a sufficient depth or height. Such cathode wells having the advantage of serving also as drainage wells for layers and pockets of sand which are frequently present in silty soil. Okay, in the case of silty soil and all, there will be pocket of sand will be there, so we can take advantage of that sand. That means that in sand and all, the water can easily flow through it, right? So if there is pocket of sand in between the layers of soil, so that we can take advantage of that also. So because through the sand easily the water can pass, okay, and enter into this cathode well. Okay, two basic arrangement of cathode wells are shown in figure 2. Okay, so this is the figure 2. Okay, this is a well cathode, so this is a anode, sheet piling as anode. So anode is in the form of a sheet pipe. Okay, or old pipe we can use it as anode. So these are the different well cathodes. Okay, then either the well is arranged separately but it is close proximity to the cathode, or the cathode and the well combined as one body. Okay, actually this cathode well should also consist of a cathode. Okay, it is also there is also in that well also it should consist of a electrode, right? Cathode should be there. So we can place the cathode inside the well, or we can place the cathode outside the well as well. Okay. Actually, the main purpose of well is to collect the water, because this water molecules get attracted towards the cathode, and such water molecules are collected in the well. Okay. So electrode arrangement. Okay. So in the case of cathode embedded in the pervious filter, the pore water entering into the filter well loses practically all of its electrical contact with the electrode, and thus reducing the electroosmotic transport of water to a fraction of the full capacity of this method. So as in the case of cathode embedded in pervious field, actually this cathode should be embedded in a pervious, around the cathode there should be a pervious filter like sand, so that the water approaching the cathode can easily enter into the well which is placed near to the cathode. Okay, so a pervious filter should be around the cathode so that the water can easily enter into it. So when water enter into the cathode well, it loses its all electrical contact. Okay, and thus reducing the electroosmotic transport of water to a fraction of the full capacity of this method. The well and electrode combined into the one body consist of a metal grid or slotted pipe in the insert, a copper guage surrounding it, and a jute or fabric in between. Okay, actually this is a combination of a cathode and a well. മനസ്സിലായോ നിങ്ങൾക്ക്? ഇലക്ട്രോ ഓസ്മോസിസിൽ നമ്മൾ രണ്ട് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യും, ഒരു ആനോഡും ഒരു കാഥോഡും. ആനോഡ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു എന്താണ് ഒരു നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു ഓൾഡ് പൈപ്പിന് നമുക്ക് വേണമെങ്കിൽ ഒരു ആനോഡായിട്ട് യൂസ് ചെയ്യാം. അപ്പം അതിൻ്റെ ഡയമീറ്റർ ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അത് നമുക്ക് സോയിലിലേക്ക് ഡ്രിവൺ ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഷീറ്റ് പൈലിനെ നമുക്ക് യൂസ് ചെയ്യാം ആനോഡായിട്ട്.
എന്നാൽ കാഥോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളം മൊത്തവും പോകുന്നത് കാഥോഡിൻ്റെ അടുത്തോട്ടാണ്. അപ്പം ഈ കാഥോഡിൻ്റെ അടുത്ത് നമുക്കൊന്നെങ്കിൽ കാഥോഡിൻ്റെ അകത്തൊരു വെല്ല് പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കാഥോഡ് വെക്കാം. സോ ദാറ്റ് ആ കാഥോഡിലേക്ക് വരുന്ന വെള്ളത്തിനെ നമുക്ക് ഈ വെല്ലിലോട്ട് കളക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് പമ്പ് ചെയ്ത് പുറത്ത് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അറേഞ്ച്മെൻ്റാണ് എങ്ങനെ നമുക്ക് ഈ കാഥോഡ് വെല്ലും കൂടി അറേഞ്ച് ചെയ്യും. ആ അറേഞ്ച്മെൻ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? കാരണം വെള്ളം ഈ ഇലക്ട്രോ ഓസ്മോസിസ് നടക്കുമ്പോൾ ആനോഡ് കൊറോഡഡ് ആയിക്കൊണ്ടിരിക്കും. ഈ കാഥോഡ് നമ്മളിപ്പം സാധാരണ ഒരു കെമിക്കൽ ഓസ്മോസിസ് ആണെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്ത് അതിങ്ങനെ വലുതായി അതിൻ്റെ ക്രോസ് സെക്ഷൻ വലുതായി വരും. ഓക്കെ, ഇവിടെ വെള്ളമാണ് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കാഥോഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ അടുത്ത് ഒരു വെല്ല് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ വെല്ലിലോട്ടാണ് ഈ വരുന്ന കാഥോഡിൻ്റെ അടുത്തോട്ട് വരുന്ന വെള്ളം കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് പുറത്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. നോക്കിക്കോളൂ, ഇതൊരു കാഥോഡ് വെല്ലാണ്. സോ അറൗണ്ട് ദ കാഥോഡ് വെൽ എന്തുണ്ട്, അപ്പോൾ ഇതൊരു വെല്ലാണ്. സോ ഇതൊരു മെറ്റൽ ഗ്രിഡ് വെച്ചിട്ടുണ്ട്. ഓരോ സി എന്ന് കാണിച്ചിരിക്കുന്നതെല്ലാം കാഥോഡാണ്. അയൺ പൈപ്പ് ഫോമിങ് എ കാഥോഡാണ്. ഇതൊരു പെർവിയസ് ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഈ മെറ്റൽ ഗ്രിഡിൻ്റെ അകത്താണ് നമ്മുടെ കാഥോഡ് വെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഹിയർ ദിസ് cathode is constructed. Different cathodes are placed around the cathode well. Okay, in between the cathode and the cathode well there is a pervious filter. Okay, so the water approaching these cathodes can easily enter into the cathode well through the metal grid. Okay, I hope you all understand. So these cathodes are the iron pipes. Okay, pervious filter. So this is the figure B shows copper gauge serving as so copper gauge can also be used as a cathode. Okay, this is a cathode, dotted line is a cathode. So here cotton jute cloth is placed and a metal grid is placed. So actually this cotton jute means to attract the water into the cathode well we are placing a cotton jute cloth in between the കാഥോഡ് ആൻഡ് ദി കാഥോഡ് വെൽ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുമില്ല, ഇലക്ട്രോ ഓസ്മോസിസിൽ 2 ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യും. ഒരു ആനോഡും ഒരു കാഥോഡും ആണ്. ആനോഡ് എന്ന് പറയുന്നത് നമുക്ക് ഷീറ്റ് പൈൽ യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾഡ് ആയിട്ടുള്ള പൈപ്പുകൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ആനോഡ് ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ആക്ച്വലി ആനോഡ് കൊറോഡഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്നിട്ട് കാഥോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു അയൺ പൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി കാഥോഡിൻ്റെ അടുത്തോട്ടാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ ഈ വെള്ളത്തിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെല്ല് വേണം നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഒരിക്കലും ഈ ഒരു വലിയ പ്രോസസ്സാണിത്. ഓക്കെ, ഒരു പൈപ്പ് ഒരു ഷീറ്റ് പൈൽ വെച്ചത് കൊണ്ടോ ഒരു അയൺ പൈപ്പ് കാഥോഡായിട്ട് വെച്ചത് കൊണ്ടോ ഒരിക്കലും ഒത്തിരി വെള്ളത്തിന് നമുക്ക് ഡീവാട്ടർ ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താണ്, ഒരു ഗ്രൂപ്പായിട്ട് വേണം വെക്കാൻ. ഓക്കെ, ഇപ്പോൾ ആനോഡാണെങ്കിൽ ഓൾഡ് പൈപ്പ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷീറ്റ് പൈൽ വെക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വെക്കുക. അതുപോലെ കാഥോഡിൽ അയൺ പൈപ്പാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പായിട്ട് വെക്കുക. ഓക്കെ, ഇപ്പോൾ ആനോഡിൽ ഗ്രൂപ്പായിട്ട് വെക്കുന്നത് പോലെയല്ല നമുക്ക് കാഥോഡിൽ ഗ്രൂപ്പായിട്ട് വെക്കാൻ പറ്റുന്നത്. കാരണം കാഥോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അവിടെ ആ വെള്ളം വരുന്നത് കാഥോഡിലോട്ടാണ്. സോ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെല്ല് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആ വെല്ല് കൺസ്ട്രക്ട് ചെയ്യുക. ആ വെല്ലിന് ചുറ്റും ഒരു പോറസ്, ഒരു പെർവിയസ് ആയിട്ടുള്ള ഒരു മീഡിയം, ഒരു സാൻഡ് വേണമെങ്കിൽ ഇടുക. അതായത് പെട്ടെന്ന് വെള്ളം അതിൻ്റെ അകത്തോട്ട് കയറണം. വെല്ലിന് ചുറ്റും ഒരു സ്ക്രീൻ ഇടുക. സോ ദാറ്റ് ഈ സോയിലൊന്നും ഈ വെള്ളത്തിനോടെ ഈ വെല്ലിൻ്റെ അകത്തേക്ക് കയറാതിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പെർവിയസ് ആയിട്ടുള്ള ഈ മെറ്റീരിയലിന് ചുറ്റും നമ്മൾ കാഥോഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പെർവിയസ് മീഡിയം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോട്ടൺ ജൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ്. So this process is explained here in this paragraph. Okay. So the anode and cathode should extend in depth at least 1.5 meter below the bottom of the slope or excavation. So the depth to which it have to be inserted is 1.5 meter below the excavation or slope. If the electrodes are arranged in a row, the Indian standard recommends that the cathode should be placed one or more lines and spaced
7.5 to 10.5 meter. So if it is placed in rows, then the spacing should be like this. Okay. So in with anodes installed, okay, the cathode should be, the spacing of the cathode should be 7.5 to 10.5 meters. Okay. In between these cathodes, we need to install anodes. Okay. The cathode well should have a diameter not less than 100 mm. Then safety measures. The following simple rules should be made known to everybody on the site. So these are the safety measures which have to be carried out during electroosmosis, because it's a very little risky process. This is because in order to initiate this electroosmosis, we need to apply current to this electrodes. Okay. Which are the safety measures? First is, only person wearing rubber boots should be admitted into the neighborhood of the electrodes. Okay, rubber boots. അപ്പോൾ rubber boots ഇടുന്ന ഒരാൾക്ക് മാത്രമേ electrodes-ന്റെ അടുത്ത് വരാൻ പാടുള്ളൂ. Okay. So only the person wearing rubber boots should be admitted into the neighborhood of the electrodes. Next is, while working between anode and cathode, neither the electrode nor the wiring should be touched in such a manner that while one hand is on the electrode, the other gets into contact with the ground or with the other electrode. Serious harm could be consequence even with less than 100 volt. So even to initiate this electroosmosis, we need to apply current in between these electrodes, right? So if a person is touching these electrodes, then he might get injured or he might get shock. Okay, even the potential drop is 10 volt, he might injured. Okay, so it should not be like that. He should wear rubber boots. Okay. Then when the excavation is carried out by machining special machinery, special attention has to be paid by the operator to avoid the occurrence of short circuit. Okay, during excavation and all, so special care should be taken by the operator to avoid short circuit. This may endanger the operator himself in the first place. No particular precautions are necessary if the machine operates within the space enclosed by anode such that sheeted excavation of the type. Actually, so if this electroosmosis is carried out in a particular place and we are doing an excavation there, then the care should be taken, because we should not danger that operation, so that short circuit occur. So the operation may get stopped and also the person may get hurt. Okay. So these are the safety precautions which have to be carried out during electroosmosis. So this is all about dewatering by electroosmosis.